പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സമയബന്ധിതമല്ലാത്ത ഒരു കൃഷി രീതിയുടെ മൈക്രോകോസം കാണിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, ഒരു സ്ത്രീ വീടിൻ്റെ പടിവാതിക്കൽ വള്ളം കെട്ടി ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറും കൊണ്ട് പോയതാണ്. എത്ര കഷ്ടപ്പെടുന്നു നോക്കൂ. വീടിൻ്റെ പടിവാതിക്കൽ നിന്ന് വള്ളത്തിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്തകത്ത് വെക്കുകയാണ്. നോക്കൂ, വീടിൻ്റെ പടിവാതിൽക്കലാണ് വള്ളം കെട്ടിയിരിക്കുന്നത്. ഇതൊരു കാര്യം. പിന്നെ നോക്കൂ, പൊങ്ങി നിൽക്കുന്ന ഇടിഞ്ഞ ഈടും പൊട്ടിപ്പൊളിഞ്ഞ റോഡും. അല്ല, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ പണിഞ്ഞു തീർത്ത റോഡ്. ഈ വെള്ളം കയറി കിടക്കുന്നത് കാരണം പൈപ്പ് പണിയുന്നവർക്ക് പൈപ്പ് പണിയാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡിനെ സംരക്ഷിക്കാനിട്ട കയറുവ എല്ലായിടത്തും കയറ്റുവായിട്ട സ്ഥലമാണ് ഈ കിടക്കുന്നത്. കയറ്റുവ കിടക്കുന്നു, പറിച്ചു കയറിയിട്ട കയറ്റുവ. എത്രയോ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി എത്രയോ സമയം കളഞ്ഞുണ്ടാക്കിയ കയറ്റുവയാണ്. പൈപ്പ് നിൽക്കുന്നു. പൈപ്പ് പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറിയത് കാരണം പൈപ്പ് പണിയാൻ പറ്റുന്നില്ല. റോഡ് പണി കയറ്റുവ കിടക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇട്ട കയറ്റുവയാണ് ഈ ചുറ്റിക്കൂട്ടിയിട്ടിരിക്കുന്നത്. റോഡിൻ്റെ അവസ്ഥ നോക്കൂ. പൈപ്പിന് കുഴിച്ച റോഡാണിത്. വീട് മുഴുവൻ ഇടിഞ്ഞ് നശിച്ചു കിടക്കുന്ന റോഡ് നോക്ക്. ഇതിൽ കൂടെ എങ്ങനെ ടൂ വീലർ ഓടിച്ചു പോകും? മെറ്റിലുകൾ പൊങ്ങിക്കിടക്കുന്നു. റോഡിൻ്റെ വീട് മുഴുവൻ വെള്ളത്തിലൊലഞ്ഞ് നശിച്ചു. പിന്നെ നോക്കൂ, ഇങ്ങോട്ട് വരുമ്പോൾ പൈപ്പിന് കുഴിച്ച കുഴികളാണ് കാണുന്നത്. ഈ കുഴിയിൽ പല അപകടങ്ങളും നടക്കുന്നുണ്ട്. രാത്രിയിൽ വഴിയറിയാതെ വരുന്നവർ ഈ കുഴിയിൽപ്പെട്ട് വീഴുകയാണ്. ഈ കുഴിയിൽ വീണ് പലർക്കും അപകടം സംഭവിക്കുന്നുണ്ട്. ഇതിവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ ജോയിനിങ് പോയിൻ്റാണ്. ഇവിടെ പൈപ്പ് കുഴിച്ചിട്ട് കംപ്ലീറ്റ് ആകാതെ പൈപ്പിന് കറക്റ്റായിട്ട് മൂടാതെ പോയിരിക്കുന്ന സ്ഥലമാണ്. ഈ കുഴിയിൽ പലരും റോഡിൽ കൂടെ പോകുന്നവർ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇത് ഇവിടം വരെ കുഴിച്ചിട്ട് പൊങ്ങി നിൽക്കുന്ന പൈപ്പ്. പൊങ്ങി നിൽക്കുന്ന പൈപ്പ് ഇങ്ങോട്ട് ഇനി കുഴിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം ഈടിടിഞ്ഞ് നശിച്ചു കിടക്കുകയാണ്. ഈടിടിഞ്ഞ് നശിച്ചു കിടക്കുകയാണ് ഈ റോഡ്. ഈ റോഡുകളിൽ കൂടി കുട്ടികൾ പോകുമ്പോൾ പലരും സൈക്കിളിലും ടൂ വീലറിലും പോകുന്ന കുട്ടികൾ പലരും വീഴുന്നുണ്ട്. ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ കയറ്റുവായിട്ട റോഡുകളാണ്. ഇതിൻ്റെ ശിലാഫലകങ്ങൾ ഇവിടെ തന്നെയുണ്ട്, കാണിച്ചു തരാം. ഇതേണ്ടേ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. പ്രവൃത്തിയുടെ പേര് ഇതേണ്ടേ, ഇവിടെയുണ്ട് ബോർഡ്. ഇവിടെയൊക്കെ കയറ്റുവായിട്ട സ്ഥലങ്ങളാണ് ഈ കിടക്കുന്നത്, ഈ കുഴിയായിട്ട്. ഈ വന്ന് ഞാനും ഇവിടെ വീഴാൻ പോയി കുഴിക്കകത്ത്. നടന്നു പോകുന്നവരെല്ലാം ഈ കുഴിയിൽ വീഴുകയാണ്. ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് പാടത്ത് വെള്ളം കയറ്റി കിടക്കുന്നത് കാരണം പൈപ്പ് പണി നടക്കുന്നില്ല. പൈപ്പ് പണി നടക്കാത്ത കാരണം റോഡ് പണി നടക്കുന്നില്ല. സമയബന്ധിതമല്ലാത്ത കൃഷിരീതി കാരണമാണ് ഈ വെള്ളം കയറ്റി കിടക്കുന്നത്. മറ്റുള്ള പാടശേഖരങ്ങളിലെല്ലാം കൃഷി നടക്കുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരൊറ്റ പാടശേഖരം മാത്രമാണ് ഇങ്ങനെ വെള്ളം കയറി. ആ വീട്ടിലും ആളുകൾക്ക് വള്ളം പോലും ഇല്ല. അവിടെ ഒരു ക്യാൻസർ രോഗി താമസിക്കുന്ന വീടാണ്. നോക്കൂ,
അവിടെ ഇവർക്ക് വള്ളമുണ്ട്, അവർക്ക് വള്ളം പോലും ഇല്ല. ഒരു കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടാണ് ആ ആളുകൾ. ഈ ആളുകളുടെ എല്ലാം കുടിവെള്ളം പോകുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കാണാമല്ലോ, ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഈ വെള്ളത്തിൽ കിടക്കുന്നു. ഇവരുടെ വീട്ടിലെ നട്ടടത്തോളം സാധനങ്ങൾ വെള്ളം കയറിപ്പോയി ഈ വീട്ടിൽ. ഇപ്പോൾ അവർ ഗ്യാസും കൊണ്ട് പോകാൻ പെടുന്ന കഷ്ടപ്പാട് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ വിളിക്കാൻ കാരണം. സമൂഹ മനസാക്ഷിയുടെ കണ്ണ് എന്നാണ് തുറക്കുക? എത്രയോ തവണ ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. എനിക്ക് പറയാനല്ലേ പറ്റൂ. അധികാരികളുടെ കണ്ണ് എപ്പോഴാണ് തുറക്കുന്നത്? നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതിയിൽ കയറ്റുമായിട്ട് ഒരു റോഡിൻ്റെ അവസ്ഥ, ഇടിഞ്ഞു കിടക്കുന്ന റോഡ്. പൈപ്പിന് കുഴിച്ചതാണ്, പക്ഷേ പൈപ്പ് കുഴി കഴിഞ്ഞതിന് ശേഷം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കാരണം റോഡിൻ്റെ മെറ്റലിങ്ങോ ടാറിങ്ങോ ഒന്നും നടക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ ദുരവസ്ഥ ഞങ്ങളുടെ നാടിനെ മാറ്റി ഞങ്ങളുടെ ഈ നാടിനെ രക്ഷിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടിക്കുന്നത്. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.